നെല്ലിന്റെ താങ്ങുവില ഈ സീസണിലും PRSുമായി തന്നെ കർഷകർക്ക് നൽകാനാണ് സർക്കാർ നീക്കം. ഒന്നാം വിള നെല്ലിന്റെ വില PRS അഥവാ നെല്ല് കൈപ്പറ്റി രസീത് വായ്പയായി മാത്രം നൽകും. കർഷകർക്ക് വില നേരിട്ട് നൽകുന്ന രീതി ഇക്കൊല്ലവും ഉണ്ടാവില്ല. നെല്ലിന്റെ വില കാലതാമസമില്ലാതെ കർഷകർക്ക് നൽകുന്നതിന് ഫലപ്രദമായ സംവിധാനമാണ് ഇതെന്നാണ് അധികൃതരുടെ വാദം. ഇതര സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ താങ്ങുവില അനുവദിക്കുമ്പോൾ മാത്രമാണ് കർഷകർക്ക് വില കൊടുക്കുന്നത്. കേരളത്തിൽ ഇതിന് കർഷകർ കാത്തുനിൽക്കുന്നില്ല. കേന്ദ്ര താങ്ങുവിലയ്ക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹന തുക ചേർന്നതാണ് നൽകുന്നത്. SBI, കനറ ബാങ്ക് എന്നിവയാണ് വായ്പാ വിതരണം ചെയ്യുന്നത്. നേരത്തെ ഫെഡറൽ ബാങ്കും വായ്പ നൽകിയെങ്കിലും പിന്നീട് പിന്മാറി. ഫെഡറൽ ബാങ്കിനെ കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. മുൻപ് ബാങ്കുകൾ വായ്പയായി നൽകിയ 1500 കോടി രൂപ സപ്ലൈകോ ബാങ്കുകൾക്ക് നൽകാനുണ്ട്. പഴയ വായ്പയ്ക്ക് തിരിച്ചടവ് വന്നാലേ പുതിയ വായ്പ അനുവദിക്കാനാവൂ എന്നാണ് ബാങ്കുകൾ പറയുന്നത്. തിരിച്ചടവ് ബാധ്യത സപ്ലൈകോ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും രേഖകൾ പ്രകാരം കർഷകർ കടക്കാരനാണ്. നെല്ലിന്റെ താങ്ങുവില ഇനത്തിൽ കേന്ദ്രവിഹിതത്തിൽ 600 കോടി രൂപ കുടിശ്ശികയാണ്. ഇതിനുശേഷം 2 ക്ലെയിം കൂടി അടച്ചിട്ടുണ്ട്. സംഭരിച്ച നെല്ല് അരിയാക്കി പൊതുവിതരണ സംവിധാനത്തിലേക്ക് കൈമാറിയ ശേഷമാണ് സംസ്ഥാനം കേന്ദ്രത്തിന് കണക്ക് നൽകേണ്ടത്. മുൻകാലങ്ങളിൽ കണക്ക് നൽകുന്നതിൽ കാലതാമസം വന്നതുമൂലം കേന്ദ്രവിഹിതം വൈകുകയും സപ്ലൈകോ വലിയ സാമ്പത്തിക ബാധ്യതയിലായി. അടുത്ത കാലത്തായി കണക്ക് നൽകുന്നതിൽ വേഗത കൂടിയിട്ടുണ്ട്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ 947 കോടി രൂപ സപ്ലൈകോയ്ക്ക് നൽകാനുണ്ട്. സംസ്ഥാന സർക്കാർ പ്രോത്സാഹനമായി നൽകുന്ന തുക നെല്ല് കുത്തുമ്പോൾ നിശ്ചിത ശതമാനമായി തിരികെ കൊടുക്കുന്നതിൽ മില്ലുകാർക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ സർക്കാർ വാഗ്ദാനം ചെയ്ത ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓണക്കാലത്ത് വിപണി ഇടപെടലും നെല്ലുവില വിതരണത്തിനുമായി 500 കോടി രൂപ ഭക്ഷ്യവകുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ 150 കോടി രൂപ മാത്രമാണ് ധനവകുപ്പ് അനുവദിച്ചത്. കേന്ദ്രവിഹിതമായി ലഭിക്കാനുള്ള തുക ലഭ്യമാക്കി തൽക്കാലം പ്രതിസന്ധി ഒഴിവാക്കാനാണ് നീക്കം. UTV ന്യൂസ്, പാലക്കാട്.